ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 30. ചെയ്യണമോ വേണ്ടയോ? ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ കുട്ടിക്കാലത്ത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട 2-ാം ലോക മഹായുദ്ധത്തിലെ ഒരു ടാങ്ക് എൻ്റെ വീടിനടുത്തുള്ള ഒരു പാർക്കിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഒന്നിലധികം അടയാളങ്ങൾ വാഹനത്തിൽ കയറുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അതിൽ വലിഞ്ഞു കയറി. ഞങ്ങളിൽ ചിലർ അല്പം മടിച്ചു, പക്ഷെ ഒടുവിൽ ഞങ്ങളും അത് തന്നെ ചെയ്തു. മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പയ്യൻ കയറുവാൻ വിസമ്മതിച്ചു. ഒരു മുതിർന്നയാൾ അടുത്തു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് മറ്റൊരുത്തൻ താഴേക്ക് ചാടി. വിനോദത്തിനുള്ള പ്രലോഭനം നിയമങ്ങൾ പാലിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തേക്കാൾ കൂടുതലായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ബാലിശമായ മറുതലിപ്പിൻ്റെ ഒരു ഹൃദയമുണ്ട്. എന്തു ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്ന് യാക്കോബിൽ നാം വായിക്കുന്നു. റോമാ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ പാപത്തോടുള്ള നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് നാം അത്ഭുതപ്പെടും. എന്നാൽ പലപ്പോഴും ശരിയായത് ചെയ്യാൻ നാം സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നു. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെ പാപകരമായ പ്രേരണകൾക്ക് നാം അനുദിനം വശംവദരാകാം. അതിനാൽ മരണത്താലും പുനരുദ്ധാനത്താലും പാപത്തിന്മേൽ ജയം നേടിയവൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ചിന്തിക്കുക, ഏതു പാപങ്ങളോടാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പോരാട്ടം? അവയുടെ ശക്തിയെ മറികടക്കുവാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ കഴിയുന്നത് എങ്ങനെ? ദൈവത്തിന് മഹത്വം.